ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് ഇൻ മിനിറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ചാപ്റ്റർ ഡ്രഗ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ബൈ ഹാർഡിൻ ബ്ലെയർ ജോൺസ്. അപ്പം നമ്മുടെ ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക, അതിൻ്റെ ഡേഞ്ചേഴ്സിനെ പറ്റി സംസാരിക്കുന്ന ഒരു പാഠമാണിത്. ആദ്യം തന്നെ നമുക്ക് എഴുത്തുകാരനെ കുറിച്ച് നോക്കാം. ഇദ്ദേഹം അമേരിക്കൻ ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ മെഡിക്കൽ ഫിസിസ്റ്റും പ്രൊഫസറുമായിരുന്നു. മരുന്നുകളും മനുഷ്യ ശരീരവും സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹം പഠനം നൽകി. ശാസ്ത്രീയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ലഹരി മരുന്നുകളുടെ അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന ലേഖനം ഇന്നത്തെ സമൂഹത്തിന് ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ പാഠഭാഗത്തിൽ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മരുന്നുകൾ രോഗങ്ങൾ സുഖപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. പക്ഷേ ഇന്നത്തെ ആളുകൾ ചെറിയ വിഷമം വന്നാലും ഉടൻ ഗുളിക കഴിക്കാൻ ശ്രമിക്കുന്നു. ഇതുകൊണ്ടാണ് ലഹരി മരുന്നുകളുടെ ദുരുപയോഗം വർദ്ധിച്ചത്. എഴുത്തുകാരൻ പറയുന്നു, ചികിത്സയ്ക്കുള്ള മരുന്നും ലഹരിക്കായി ഉപയോഗിക്കുന്ന മരുന്നും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചികിത്സാ മരുന്നുകൾ രോഗം സുഖപ്പെടുത്താനാണ്, പക്ഷേ സെൻഷ്യൽ ഡ്രഗ്സ് ശരീരത്തിന് ആവശ്യമില്ലാത്ത വെറും സുഖം തരുന്നതാണ്. ഇവ തലച്ചോറിന്റെ സന്തോഷ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ആദ്യം വലിയ സന്തോഷം തരുന്നുവെങ്കിലും പിന്നീട് കൂടുതൽ ഡോസ് വേണം. ഒടുവിൽ മരുന്നെടുത്താലും സന്തോഷം ലഭിക്കില്ല, എടുത്തില്ലെങ്കിൽ അസ്വസ്ഥതയും വേദനയും ഉണ്ടാകും. അതായത് സാധാരണ മരുന്ന്, നമ്മൾ ട്രീറ്റ്മെന്റിൽ എടുക്കുന്ന മരുന്ന് നമ്മുടെ ആ അസുഖത്തെ ക്യൂർ ചെയ്യാൻ അല്ലെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ലഹരി മരുന്നുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖം അല്ലെ സന്തോഷം തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ആദ്യമൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് നോർമൽ ആയിരിക്കും, പിന്നെ അതിന് സന്തോഷം കിട്ടണമെങ്കിൽ ഡോസ് കൂടും, അവസാനം നമുക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥ, ഇത് ഉപയോഗിച്ചില്ല പിന്നെ അസ്വസ്ഥത വരുന്ന ഒരു അവസ്ഥയാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് അഡിക്ഷന്റെ അപകടം വരുന്നത്. ലഹരി ഉപയോഗിക്കുന്നവർക്ക് പിന്നീട് മനസ്സിന്റെ ശൂന്യതയും വിഷാദവും ഉണ്ടാവും. ആളുകളെ സംശയിക്കും, ജീവിതത്തിൽ താല്പര്യം കുറയും, ശരീരത്തിലും വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും. കരൾ ശ്വാസകോശങ്ങളിൽ രോഗങ്ങൾ വരാം, തലച്ചോറിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കും, ചിലർക്ക് മരണം വരെ ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്, ലഹരി മരുന്നുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു താൽക്കാലിക സുഖം, ടെമ്പററി സുഖം തരാം, പക്ഷേ അത് മനുഷ്യന്റെ ശരീരത്തെ മനസ്സിനെ നശിപ്പിക്കുന്നതാണ്. അതിനാൽ ലഹരി മരുന്നിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പം മെയിനായിട്ട് നമ്മളോട് ഇവിടെ പറയുന്നത്, ശരീരത്തിലും മറ്റ് അവയവങ്ങൾക്കും ഈ ലഹരി മരുന്ന് കാരണം ദോഷം ഉണ്ടാക്കാം. തലച്ചോറിന് ഉണ്ടാക്കുന്ന ദോഷമാണ് ഏറ്റവും അപകടകരം. അതുപോലെ തന്നെ ഇത് ചിലപ്പോഴേ നമുക്ക് മനസ്സിലാവൂ. നമ്മുടെ ഈ ലഹരി മരുന്നുകൾ തലച്ചോറിലെ കോശങ്ങളുടെ രാസഘടന മാറ്റുന്നു. അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾ, അതായത് ഓരോ അവയവത്തിനും ഓരോരോ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾ കെമിക്കൽ റിയാക്ഷൻസ് മാറുന്നു. അപ്പം നമ്മുടെ സെല്ല് നശിക്കുന്നു എന്നാണ് ഇതിൽ കൂടെ പറയുന്നത്. ചിലപ്പം ഇത് ടെമ്പററി ആയിട്ട് നമുക്ക് എഫക്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് എഫക്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം, കരൾ രോഗങ്ങൾ ഉണ്ടാകാം, ശ്വാസകോശം, മുടി കൊഴിച്ചിൽ തുടങ്ങിയവ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഗർഭിണികളിലെ ലഹരി ഉപയോഗിച്ച കുഞ്ഞുങ്ങൾക്ക് അത് പ്രശ്നമാണ്. ക്ഷയം, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവ്, പോഷകാഹാരക്കുറവ് എന്നിവയൊക്കെ ലഹരി ഉപയോഗം കാരണം നമുക്ക് ഉണ്ടാകാം എന്ന് പറയുന്നു.